ലോകാവസാനത്തിന്റെ മുമ്പ് വിശ്വാസികൾക്ക് കൂടുതൽ ഒരുങ്ങാനും അല്ലാത്തവർക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചില ലക്ഷണങ്ങൾ, അടയാളങ്ങൾ, അത് നേരത്തെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാരുണ്ട്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവും ആ വരവിനോടനുബന്ധിച്ചുണ്ടാകുന്ന സമാധാന അന്തരീക്ഷവും ഐശ്വര്യപൂർണമായ ജീവിതവും ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെ വിശദമാക്കി എഴുതി പഠിപ്പിച്ച ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. കൂട്ടത്തിൽ ഒരു മഹാനാണ് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ആ വിഷയത്തിൽ തന്നെ ഒരു രചനയുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ കുറിച്ച് മാത്രം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിലും മറ്റു മഹാന്മാർ അവരുടെ കിതാബുകളിലും കൊണ്ടുവന്നതിൽ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ഇന്ന സഅത ലാ തകൂനു ഹത്താ തകൂന അശ്റു ആയാത്. 10 അടയാളങ്ങൾ സംഭവിക്കുന്നത് വരെ ലോകാവസാനം നടക്കുകയില്ല. ആ 10 വലിയ അടയാളങ്ങളാണ്. അതിൽ ആദ്യമായി ഉണ്ടാകുന്നത്, നടക്കാൻ പോകുന്നത് ദജ്ജാലിന്റെ ആഗമനമാണെങ്കിലും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് വലിയ സമാധാനപൂർണമായ രീതിയിൽ ലോകത്ത് ഭരണം നടത്തുന്ന വലിയ ഇമാമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ വരവും മഹാനവറുകളുടെ വരവും 10 അടയാളങ്ങളിൽ പെട്ടതല്ലെങ്കിലും അതിനോട് ചേർത്ത് പഠിക്കേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആ 10 ഈ വിഷയമില്ല. ഇത് അതിനോടനുബന്ധമായി നമ്മുടെ ചർച്ചയിൽ പ്രധാനമായും കടന്നു വരുന്ന ഒരു വിഷയമായതുകൊണ്ട് അതുകൂടി നാം തെരഞ്ഞെടുത്തു. 10 പറ്റി പറഞ്ഞ ഹദീസിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത്, നമ്മൾ അതിന്റെ ചർച്ച അവസാനത്തേക്ക് വെച്ചിട്ടുണ്ട്. വിഷയം ഖസ്ഫുൻ ബിൽ മശ്രിഖ് വഖസ്ഫുൻ ബിൽ മഗ്രിബി വഖസ്ഫുൻ ഫീ ജസീറത്തിൽ അറബ്. ഒന്ന്, കിഴക്ക് ഭാഗത്ത് ഭൂമി വിഴുങ്ങുന്ന ഒരു മഹാസംഭവം. അത് ചെറിയ വിഴുങ്ങലൊന്നും അല്ല. രൂപഭാവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വിഷയം വരുമ്പോൾ പറയും. രണ്ടാമത്തെ ഒന്ന് ഖസ്ഫുൻ ബിൽ മഗ്രിബ്, പാശ്ചാത്യൻ ഭാഗത്ത് നടക്കുന്ന ഒരു ഭൂമി വിഴുങ്ങൽ. മൂന്നാമത്തത് വഖസ്ഫുൻ ഫീ ജസീറത്തിൽ അറബ്, ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ഇൻഷാ അല്ലാഹ് വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയും. അവിടെയും ഒരു ഭൂമി വിഴുങ്ങലുണ്ട്. മറ്റൊന്ന് നാലാമതായി എണ്ണി ദുഖാൻ. ദുഖാൻ എന്നതിനെ സംബന്ധിച്ച് വിവിധ വീക്ഷണങ്ങളുണ്ട്. ദുഖാൻ എന്നതിന് നമ്മൾ അർത്ഥം വെക്കും പുക എന്ന. ലോകമാസകലം ആ അടയാളം വെളിവാകുന്ന രൂപത്തിൽ ഒരു വൻ തീ പുക പ്രത്യക്ഷം. ആ ലക്ഷണങ്ങളൊക്കെ കാണുന്ന നേരത്ത് വിശ്വാസികളൊക്കെ അവരുടെ അഭയ കേന്ദ്രങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് അടക്കം ആളുകൾ ഇവിടെ എവിടെയും താമസിക്കാതെ അഭയകേന്ദ്രങ്ങളിലേക്ക് പോകും. ഇപ്പൊ എത്ര ആളുകൾ പുകമലിനീകരണ പ്രശ്നം കൊണ്ട് ഡൽഹിയിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് മാറുന്നു. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ മാറിയാൽ തിരിച്ചങ്ങോട്ട് പോകും എന്ന നിലക്കാണ്. ഇത് അത്തരത്തിലുള്ള ദുഖാനല്ല, ലോകം ഇതുവരെ ദർശിക്കാത്ത രീതിയിലുള്ളതാണ്. മറ്റൊന്ന് ആ ഹദീസിൽ എണ്ണിയത് ദജ്ജാലു, ദജ്ജാലിന്റെ വരവും തുടർന്നുള്ള കാര്യങ്ങൾ. വദാബത്തുൽ അർള്, ദാബത്തുൽ അർള് എന്ന അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം, ഒരു ജീവി അത് ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു. മറ്റൊന്ന് യഅ്ജൂജ് മഅ്ജൂജ്, 2 വലിയ സമൂഹം.
പിന്നെ ഹദീസിൽ എണ്ണിയത് തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, മഗ്രിബിൽ നിന്ന് സൂര്യോദയം പടിഞ്ഞാറിൽ നിന്ന്. അതിൽ അവസാനമായി എണ്ണിയ കൂട്ടത്തിൽ പറഞ്ഞു വനാറുൻ തഖ്റുജു മിൻ ഖുറത്തി അദനിൻ തർഹലുൻ നാസ്, ജനങ്ങളെ മുഴുവനും അവരവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് ഇറക്കി വിടുന്ന തരത്തിൽ ഒരു വലിയ തീ പ്രത്യക്ഷപ്പെട്ടു. പത്താമതായി എണ്ണിയപ്പോൾ ബഹുമാനപ്പെട്ട നുസൂലു ഈസ ബിൻ മറിയം അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനത്തെ സംബന്ധിച്ചും അതിൽ എണ്ണിയിട്ടുണ്ട്. അത് തർത്തീബ് അനുസരിച്ചല്ല, തർത്തീബ് അനുസരിച്ച് മഹാന്മാർ പറഞ്ഞു. അത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസിൽ ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിലും ഇതിനെല്ലാം മുന്നോടിയായിട്ട് കാലം പ്രതീക്ഷിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം. അതിനുശേഷമാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവും അതുപോലെ തന്നെ ദജ്ജാലിന്റെ പുറപ്പാടുമൊക്കെ. ദജ്ജാലൊക്കെ വരുന്നതിന്റെ മുമ്പാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം. എപ്പോഴാണ് അതിന്റെ സന്ദർഭം എന്നൊക്കെ കൃത്യമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യം കൂടി നാം ഓർക്കേണ്ടത്, ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആമുഖമായ ഒരു കാര്യം പറയണം. ഇതിനൊക്കെ നടക്കാത്തൊരു കഥകളായി വിഷയങ്ങളായി ചിത്രീകരിക്കുന്ന കുറച്ച് അല്പജ്ഞാനികളുണ്ട്. നമ്മുടെ കൂട്ടത്തിലല്ല, ശ്രോതാക്കളിൽ പലരും ഉണ്ടാകുമല്ലോ. അതൊക്കെ നടക്കും, ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കും. ഇത് വിശദീകരിക്കുന്നതിന്റെ മുമ്പ് മഹാന്മാർ അതിന് തെളിവായി പറഞ്ഞത് ചെറിയ അടയാളങ്ങളാണ്. ഒറ്റ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഇസ്നതാനി വസബഊന ഖസ്ല, 72 കാര്യങ്ങൾ. അതിങ്ങനെ വായിച്ചു നോക്കിയാൽ ഇനി ഏതാ നടക്കാനുള്ളത് എന്നാ നമ്മൾ ചോദിക്കുക. ഞാനൊക്കെ വായിക്കുന്നില്ല, സമയം കൊണ്ടുപോകും. 72 കാര്യങ്ങൾ. അത് നടന്നോ? അത് നടക്കുമെന്ന് നേരത്തെ പ്രവചിച്ചതാണ്. അന്ന് പലതും കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടു, അനുഭവിച്ചു. അത് തെളിവാണ്. ഇനി വരും എന്ന് പറഞ്ഞ വലിയ അടയാളങ്ങളും നടക്കും. കാരണം ഇത് നടക്കുമെന്ന് ആരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളിത് പ്രവചിക്കുന്നത് സ്വഹാബത്തിന്റെ മുന്നിലാണ്. അന്ന് ഈ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ആ കൂട്ടത്തിൽ അന്ന് എണ്ണിയതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയതിൽ 72 ഒന്ന് വശാറക്കത്തിൽ മർഅതു സൗജഹാ ഫിത്തിജാറ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കച്ചവടം ചെയ്യുക. നമ്മൾ കാണുന്നുണ്ടോ? അതില്ലാത്ത അങ്ങാടികളുണ്ടോ? 72 എണ്ണിയതാ. അതേപോലെ അതിൽ എണ്ണിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കൂട്ടത്തിൽപ്പെട്ടതാണ് കസ്റത്തു ത്വലാഖ്, വിവാഹമോചന വർധനവ്. ഇത്ര മുമ്പുണ്ടായിരുന്നു. ഒരു ദിവസം എത്ര നടക്കുന്നത്? ആ 72 കാര്യങ്ങളിൽ ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് ഓരോന്നിങ്ങനെ വായിക്കുകയാണെങ്കിൽ 72 ഇങ്ങനെ പറയാൻ കേൾക്കാൻ നല്ല സുഖം. പക്ഷെ അത് വേറെ സമയത്ത് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് എടുത്തു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, ഈ 72 കാര്യങ്ങളും നടന്ന് നമ്മൾ കണ്ടു. തങ്ങൾ അന്ന് പ്രവചിക്കുമ്പോൾ സ്വഹാബത്ത് ഒരിക്കലും അത് തള്ളിയിട്ടില്ല, അവർ വിശ്വസിച്ചു. കാരണം നേർക്കുനേരെ കൺമുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശ്വസിച്ച് അനുഭവിച്ചവരാണ് അവർ. റോമിന്റെ വിജയം, ഇസ്ലാമിന്റെ കീഴിൽ റോം വരുമെന്ന് പറഞ്ഞപ്പോ, നമ്മുടെ ഇന്നത്തെ വത്തിക്കാൻ, പഴയ റോം, അത് വരുമെന്ന് പറഞ്ഞപ്പോ മക്കക്കാര് എന്തായി പറയുന്നത്? ഖുർആനിലൂടെ ഓതിക്കൊടുക്കാൻ, അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം. അങ്ങനൊക്കെ നടക്കുവോ? റോമൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ വരും. കിസ്റയും കൈസറും ഇസ്ലാമിന്റെ കീഴിലും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിൽ താനേ അതൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ. രക്തപോരാട്ടങ്ങളൊക്കെ ഉണ്ടല്ല, അല്ലാതെ തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിച്ച് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നു. പേർഷ്യൻ രാജാവൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതി ന്യായത്തിന്റെ മുന്നിൽ തോറ്റുകൊടുത്തതാണ്. അന്നത്തെ രാജാവ് പറഞ്ഞിട്ടുണ്ട്, ഭരണം അവിടെയാണെങ്കിലും നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നുണ്ട്. കാരണം ആളുകൾ ശരിക്കും വിവരങ്ങൾ പഠിച്ചാൽ ചോദ്യം എവിടുന്നും വരും. അത് ആ ഭരണത്തിന്റെ കീഴിലുള്ള ആളുകളും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്നെ ഒരു രക്ഷ ഇറങ്ങിപ്പോക്കാം. ആ കിസ്റയുടെ രാജാവിന്റെ വള നിങ്ങളെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു ചോദിച്ചു, നബിയെ, കിസ്റ ബിൻ ഹുർമുസ്
അയാളെ ഭരണത്തിന്റെ അടയാളമായിട്ടുള്ള വള എന്റെ കയ്യിലോ അതേ സുറാഖ നിങ്ങളുടെ കയ്യില്. കിസ്റ വിശുദ്ധ ഇസ്ലാമിന് കീഴിൽ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അയിന സുറാഖത്ത് ബിൻ മാലിക്, സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എവിടെ? പണ്ട് സുറാഖത്ത് ബിൻ മാലിക്കിനോട് മക്കയിലെ ജിറാനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ എത്ര വർഷം മുമ്പാ? സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ആ വള അണിയിക്കുന്ന സമയത്ത് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാത്രമല്ല, അവിടെയുള്ള 10,000 അപ്പുറം വരുന്ന സ്വഹാബത്ത് മുഴുവനും കൂടുതൽ 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 അവരുടെ വിശ്വാസത്തിന് കരുത്ത് വർദ്ധിക്കുകയാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ ഓരോന്നും 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 ഇങ്ങനെ പുലർന്നു കാണുകയാണ്. അവരുടെ ജീവിതത്തിൽ അന്നത്തെ കാലത്ത് ഹയാത്ത് കാലത്ത് തന്നെ കണ്ടു, പലതും അനുഭവിച്ചു. പിന്നെ ഇങ്ങനെ എതിർക്കാനാണ്? തങ്ങൾ പറഞ്ഞാൽ ആ പറഞ്ഞത് അങ്ങനെ നടക്കുമെന്നത് മുസ്ലിംകൾ മാത്രമല്ല അന്ന് പറഞ്ഞിരുന്നതാണോ? അല്ല, തങ്ങളെ വിശ്വസിക്കാത്ത ആളുകളും പറഞ്ഞിരുന്നു, പറഞ്ഞത് നടക്കും. കാരണം സത്യമല്ലാതെ ഹക്കല്ലാതെ ഒരിക്കലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല, പറഞ്ഞിട്ടില്ല. അബൂലഹബ് പോലും പറഞ്ഞില്ലേ, എന്റെ മകനെ കുറിച്ച് അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂട്ടോ, എന്നെ കുറിച്ച് അങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ് ബദറിലേക്ക് വരെ അബൂലഹബ് പോകാതിരുന്നത്. സംഭവം സുദീർഘാണ്. മക്കയുടെ പുറത്തു പോയാൽ അബൂലഹബിന് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥ, ഒരു റിപ്പോർട്ട് അബൂലഹബിന് ലഭിച്ചപ്പോൾ ആരാ പറഞ്ഞത്? അങ്ങനൊരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞോ, ഞാൻ നടക്കും. അബൂജഹൽ വന്ന് എത്ര വിളിച്ചിട്ടും അബൂലഹബ് അനങ്ങിയില്ല. അവസാനം ഒരു പായയും ഒരു പുതപ്പും കുറച്ച് പുകയിപ്പിക്കാനുള്ള കുന്തിരിക്കും മറ്റോ കൊടുത്തയച്ചിട്ട് അബൂജഹൽ പറഞ്ഞു, അത് പുകയിപ്പിച്ച് പുരയിൽ അവിടെ പെണ്ണുങ്ങളെയും കൂടെ സുഖിച്ച് കിടന്നോളൂ, നിങ്ങളൊക്കെ ഒരു നേതാവാ. പക്ഷെ എത്ര പരിഹസിച്ചിട്ടും എത്ര കളിയാക്കിയിട്ടും അബൂലഹബ് അനങ്ങിയില്ല. കാരണം അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന ഉറപ്പാണ്. ഞാനത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയ പ്രവചനങ്ങളൊക്കെ പുലർന്നു കാണുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ വലിയ അടയാളങ്ങളുടെ ചിത്രങ്ങൾ വായിക്കുമ്പോ ഇങ്ങനെയൊക്കെ നടക്കുവോ എന്നൊരാശങ്കക്ക് ഒരു പ്രസക്തിയുമില്ല. അങ്ങനെ ഒരു സന്ദേഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല, ഒരു പ്രാധാന്യവുമില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ ചിത്രം മാത്രമല്ല വരച്ചു കാണിച്ചു കൊടുത്തത്, തങ്ങൾ ഏറ്റവും കൂടുതൽ വരച്ചു കാണിച്ചു കൊടുത്തത് പാരത്രിക ലോകത്തിന്റെ ചിത്രമാണ്. കാരണം ഇവിടത്തെ ചിത്രം അത്രത്തോളം ഇല്ലല്ലോ. ഇത് നൈമിഷികമായ ലോകല്ലേ, മറ്റേത് നശിക്കാത്ത അനന്തമായ ലോകമാണ്. അവിടുത്തെ ചിത്രങ്ങൾ, അവിടുത്തെ വിഷയങ്ങൾ വിശദമായി വിശദീകരിച്ചു കൊടുത്തു, എല്ലാം വിശദമായി വിശദീകരിച്ചു കൊടുത്തു. മറ്റു അമ്പിയാക്കൾ പറയാത്ത വിഷയങ്ങൾ പോലും ലോകത്ത് വിശദമാക്കി പഠിപ്പിച്ചത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വരുന്ന ആളുകളിൽ പ്രവചനങ്ങൾ പറയുമ്പോൾ നമുക്ക് ഹദീസ് പറയാം. ഇരിക്കട്ടെ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആരാണ് എന്ന വിഷയമാണ്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഒളിവിലാണ്, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വെളിവാകാണ്. അല്ലേ അല്ല, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിക്കണം. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്റെ പരമ്പരയിൽ വരുന്ന ആളാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മഹ്ദിയ്യു മിൻ ഇത്രതി മിൻ വലദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താനങ്ങളിൽപ്പെട്ട മഹാനാണ്. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ പറ്റി, ഹുവ റജുലുൻ മിൻ ഇത്രതി യുഖാതിലു അലാ സുന്നതി, എന്റെ മാതൃകയിൽ തന്നെ പോരാടും. കമാ ഖാതൽതു അന അലൽ വഹി, വഹി അനുസരിച്ച് ഞാൻ ശത്രുക്കളോട് പോരാടിയതുപോലെ, അധർമ്മം ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കിയതുപോലെ അതേ മാതൃകയിൽ എന്റെ പേരക്കുട്ടിയായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പോരാടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വിശേഷണങ്ങൾ വിശേഷിപ്പിച്ചു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞിടത്ത് ഹദീസുകളിൽ കാണാം. മഹാനവറുകളെ പറ്റി പറഞ്ഞപ്പോ ലയബഅസന്നല്ലാഹു മിൻ ഇത്രതി റജുലൻ, എന്റെ പരമ്പരയിൽ അല്ലാഹു തആല ഒരു മഹാനെ നിയോഗിക്കും.
അഫ്റഖത്തനായ മുൻപല്ലുകൾ നല്ലവണ്ണം പ്രകാശിക്കുന്ന, അജിലൽ ജബ്ഹതി നെറ്റി വളരെ വ്യക്തമായി വിശാലമായ നെറ്റിത്തടമുള്ള ഒരു മഹാനെ അല്ലാഹു തആല അയക്കും. യംലഉൽ അർള അദ്ല, ഭൂമി മുഴുവനും നീതിയാൽ നിറക്കും, ഭൂമി മുഴുക്കയും നീതിയാൽ നിറക്കും എന്ന് ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, ഭൂമി മുഴുക്കയെന്ന് പറഞ്ഞാൽ ഭൂമി അടക്കി ഭരിക്കുന്ന ഒരാളാണ്. ഭൂമി അടക്കി ഭരിച്ചവർ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. 4 ആളുകൾ, 2 ആള് മുഅ്മിൻ, 2 ആള് കാഫിർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കൽ അർള അർബഅ, 4 ആളുകൾ ഭൂമി മൊത്തം ഭരിച്ചു. മുഅ്മിനാനി വ കാഫിറാനി, 2 വിശ്വാസികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ദുൽഖർനൈൻ, മറ്റൊന്ന് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അവർക്ക് അല്ലാഹു തആല ആ ഒരു രാജാധികാരത്തിന്റെ പവർ നൽകിയിരുന്നു. ദുൽഖർനൈൻ ചക്രവർത്തി ആ ഹിജാസിന്റെ പ്രവിശ്യകളിലോ അല്ലെങ്കിൽ അറേബ്യൻ നാടുകളിലോ മാത്രമല്ല, ലോകം മടക്കി ഭരിച്ചവരിൽപ്പെട്ടവരാണ്. 2 ആള് സത്യനിഷേധികൾ എന്ന് പറഞ്ഞത് ഒന്ന് നുംറൂദ്, മറ്റൊന്ന് ബുഖ്ത് നസ്ർ. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനം പറഞ്ഞു, വസയുംലികുഹാ ഖാമിസുൻ, 5 എന്റെ കുടുംബത്തിൽപ്പെട്ട ആൾ പിറന്നു വരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ എന്റെ കുടുംബത്തിൽപ്പെട്ട ആള് എന്ന വിഷയം പറഞ്ഞിടത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളുടെ വഫാത്തിനോടനുബന്ധിച്ച നേരത്തെ ചാരത്ത് നിന്ന് കരയുമ്പോ ഫാത്തിമ ബീവി ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, എന്തിന് നിങ്ങൾ വിഷമിക്കണം, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ വിലയിരുത്തണം. നിങ്ങളുടെ സന്താനങ്ങളിൽ വരുന്ന അൽ മഹ്ദിയു മിൻ വലദിക്കി, നിങ്ങളെ മക്കളിൽ വരുന്ന മഹ്ദി ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന മോനാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആ പുത്രൻ ഭൂമിയൊന്നാകെ അടക്കി ഭരിച്ച് എല്ലാ ആളുകളിലേക്കും വലിയ സന്തോഷം നൽകി, മൊത്തം അധർമ്മങ്ങളെ തുടച്ചു നീക്കി കറക്റ്റായി ഭൂമിയിൽ നീതി സ്ഥാപിക്കും. അത് ചുരുങ്ങിയ കാലം കൊണ്ടാണ്. മിക്ക ഹദീസുകളിലും വന്ന വർഷമാണ് സബഅ സിനീൻ, 7 വർഷം. 7 വർഷം നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഭൂമി മൊത്തം ഭരിക്കുകയാണ്. അതിൽ ഓരോ ദിവസം കൊണ്ട് ഒരു രാഷ്ട്രങ്ങൾ വൃത്തിയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുണ്ട്, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന് ഭൂമി നന്നാക്കാൻ, ലോകം നന്നാക്കാൻ ഒരു രാത്രി മതിയെന്ന്. ഖിയാമത്ത് നാൾ അവസാനിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ രാത്രി കിട്ടിയാൽ തന്നെ മതി, മൊത്തം നന്നാക്കും. അതിനുള്ള കഴിവും മികവും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അബൂ വാഇൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ നേതാവാണ്, സയ്യിദാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ പേരാണ്. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ലോകത്ത് വലിയ 2 കക്ഷികൾക്കിടയിൽ അല്ലാഹു തആല സമാധാനവും ഐക്യവും ഉണ്ടാക്കുന്ന ഹദീസിൽ പറഞ്ഞു. അത് പിന്നീട് പുലരുകയും ചെയ്തു. നിങ്ങൾ പറഞ്ഞ വാക്കാണ്, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ ലഅല്ലല്ലാഹു യുസ്ലിഹു ബിഹി ബൈന ഫിയതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളിൽപ്പെട്ട 2 കക്ഷികൾ, അവർക്കിടയിൽ അല്ലാഹു തആല വലിയ മസ്ലഹത്ത് ഉണ്ടാക്കും. അതിലൊന്ന് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന ആളുകളായിരുന്നു. മറ്റൊന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന ആളുകൾ. ഹസൻ റളിയല്ലാഹു അൻഹു സ്വീകരിക്കണം, ബയ്യത്ത് ചെയ്യണം എന്ന അർത്ഥത്തിൽ കുറെ ആളുകൾ അങ്ങനെ ഹസൻ റളിയല്ലാഹുവിന്റെ പക്ഷം ചേർന്ന് മാത്രം വാദിക്കുമ്പോ മഹാനവറുകൾ അവിടെ ഐക്യം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും മുആവിയ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു, നിങ്ങളെല്ലാവരും അങ്ങോട്ട് അംഗീകരിക്കണം. അതുകൊണ്ട് വലിയൊരു ഐക്യം, ഒരു ഇണക്കം രൂപപ്പെട്ടു വന്നു. അതിന് നേതൃത്വം നൽകിയത് ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയിട്ട് പറയാണ്, സയഖ്റുജു മിൻ സുൽബിഹി, ഈ കുട്ടിയുടെ സന്താന പരമ്പരയിൽ നിന്ന്, മുതുകിൽ നിന്ന് വരും റജുലുൻ, ഒരു നല്ല യുവാവ് വരും, ബിസ്മി നബിയിക്കും, നിങ്ങളെ നബിയുടെ അതേ പേരിൽ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ആ പേരിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്റെ പേര് മാത്രമല്ല, എന്റെ ഉപ്പാന്റെ പേരായിരിക്കും ആ അവസാനം വരുന്ന മഹ്ദി ഇമാമിന്റെ ഉപ്പാന്റെ പേര്.
പിറന്നവരാണ് സന്താന പരമ്പരയിൽ. എന്ന് പറഞ്ഞാൽ മഹദി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്ന്, ഉപ്പാന്റെ പേര് അബ്ദുള്ള എന്ന്. സന്താന പരമ്പരയിൽ അവസാനം സാദാത്തുക്കളൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു കുട്ടി വരും, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വരും, വന്നിട്ട് ഇവിടെ നാട് ഭരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് വലിയ സന്തോഷമാണ്, അവർക്ക് ഈ വിഷയത്തിൽ വലിയ സംതൃപ്തിയാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു നേരത്തെ ജനിച്ച് ഒളിവിലും മറവിലും നിൽക്കുകയല്ല. ഇമാം മഹദി റളിയല്ലാഹു അൻഹു ജനിച്ച് വരും, വന്നിട്ട് ഇവിടെ ഭരണം നടത്തും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി അവിടുത്തെ രൂപരേഖ എങ്ങനെയാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ മോഡൽ എന്ന് വിശദീകരിച്ച് വിശേഷണങ്ങൾ പറഞ്ഞതിൽ ഒരു ഹദീസിൽ കാണാം. ധാരാളം മഹാന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്ഹലുൽ ഐനൈൻ, നല്ല സൗന്ദര്യമുള്ള മഹാനാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. രണ്ട് കണ്ണും എപ്പോഴും സുറുമയിട്ട കണ്ണായിരിക്കും, കാണാൻ നല്ല സൗന്ദര്യമാണ്. ഫീ ഖദ്ദിഹിൽ ഐമനി ഖാലുൻ, വലത്തെ കവിളിൽ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു കറുത്ത പുള്ളിയുണ്ട്. ചില ഹദീസുകളിലൊക്കെ ഒരു പ്രകാശിക്കുന്ന മുഖത്ത് കറുത്ത പുള്ളി കുത്തിയാൽ എങ്ങനെയുണ്ടാകും? നല്ലൊരു വെളുപ്പിൽ ഒരു കറുത്ത പുള്ളി, ആ ഒരു സൗന്ദര്യമുണ്ട് മുഖത്ത്. നല്ല നിറഞ്ഞ താടിയാണ്. മൂക്ക് നല്ല വിശാലതയുള്ള അല്പം നീളമുള്ള മൂക്കാണ്. ചുമലിൽ മഹാനവറുകളുടെ തോളുഭാഗത്ത് ഒരു ചെറിയ അടയാളമുണ്ട്, ഒരു കലയുണ്ട്. അതൊക്കെ ഓരോരുത്തർക്ക് മനസ്സിലാക്കാനുള്ള കലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഭാവത്തിൽ ഏറെ സാമ്യതയുള്ള പേരക്കുട്ടിയാണ്. സൃഷ്ടിപ്പിൽ സാദൃശ്യതയില്ലെങ്കിലും സ്വഭാവത്തിൽ തങ്ങൾ അതേ സ്വഭാവമാണ്. എന്നിട്ട് പറഞ്ഞു, മഹാനവറുകൾ എപ്പോഴും കണ്ടാൽ അവിടുത്തെ മുടിയും അവിടുത്തെ താടിരോമങ്ങളൊക്കെ കണ്ടാൽ വലിയ സന്തോഷമാണ്, എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്നതാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോഴേക്ക് തന്നെ വലിയ സന്തോഷമുണ്ടാകും. ഇത് പറഞ്ഞിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എപ്പോഴാണ് അവിടുത്തെ വരവ് നടക്കുന്നത്? ഞാൻ ചുരുക്കി പറയുന്നത്, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ആ വരവ് നടക്കുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞ ഹദീസിൽ ഇമാം മഹദി റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ മുമ്പ് ലോകത്ത് ചില വിഷയങ്ങളൊക്കെ നടക്കാനുണ്ട്.